അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ. നമ്മുടെ മക്കൾ അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരുടെ ഭാവിയാണ് നമ്മുടെ വിജയം. അവർ നല്ല രൂപത്തിൽ പഠിച്ച് നല്ല സ്വാലിഹീങ്ങളായി മക്കളായി മാറൽ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും കുട്ടികൾക്ക് ശ്രദ്ധിച്ച് നമ്മൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കും. അതുപോലെ വികൃതി മാറാനും പറയുന്നത് അനുസരിക്കാനും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കാണാൻ സാധിക്കും. പലർക്കും ഉള്ള വിഷമമാണ് മക്കളുടെ കാര്യം പലരും പരാതി പറയുന്നത് കേൾക്കാറുണ്ട്. കുട്ടികൾക്ക് ഓർമ്മശക്തിയില്ല, പറയുന്നത് അനുസരിക്കാറില്ല, ബുദ്ധിയില്ല, പഠിച്ചാൽ തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങളും പറയുന്നവരുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു അറിവാണ് പറഞ്ഞു തരുന്നത്. കുട്ടികൾക്ക് നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായും ഇത് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്താൽ ഉറപ്പായിട്ടും ബുദ്ധിശക്തി കൂടും, ഓർമ്മശക്തി കൂടും. അതിന് വേണ്ടത് ശുദ്ധമായ അല്പം തേൻ അല്ലെങ്കിൽ അല്പം സംസം വെള്ളം, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. അതിലേക്ക് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, തിങ്കളാഴ്ച സുബഹി നിസ്കാര ശേഷം, ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട സമയം, ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അല്പം തേനെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സംസം വെള്ളം എടുത്തുകൊണ്ട് ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി 313 തവണ ചൊല്ലി നമ്മൾ പൂർത്തിയാക്കിയ ശേഷം കൃത്യമായി 313 തവണ ചൊല്ലുക. അക്ഷരശുദ്ധിയോടെ, ഒന്നും തെറ്റിപ്പോകാതെ, സമയം എടുത്തുകൊണ്ട്, അശ്രദ്ധയോടെ അല്ലാതെ, ബിസ്മില്ലാഹി എന്ന് പറയാതെ ബിസ്മില്ലാഹി എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ചൊല്ലണം. 313 പ്രാവശ്യം മനസ്സാന്നിധ്യത്തോടെ ഇഖ്ലാസോടെ ചൊല്ലുക. ബിസ്മിയാണ്, അള്ളാഹുവിൻ്റെ പേരാണ്, ആയത്താണ് എന്ന നിയ്യത്തോടുകൂടി 313 തവണ ചൊല്ലുക. 313 തവണ ചൊല്ലി നമ്മൾ എടുത്തു വെച്ച തേനിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക. ഓരോ ബിസ്മി ഊതുമ്പോഴും ഓരോ തവണയും ഇഷ്ഫി എന്ന് ചൊല്ലി മന്ത്രിക്കൽ വളരെ നല്ലതാണ്. ഒറ്റത്തവണ 313 പ്രാവശ്യം ചൊല്ലി മന്ത്രിച്ചാലും പറ്റും. അതുകൊണ്ട് ഓരോ ബിസ്മി ചൊല്ലുമ്പോഴും ഓരോ പ്രാവശ്യവും മന്ത്രിച്ച് ഇഷ്ഫി എന്ന് ചൊല്ലി മന്ത്രിക്കൽ നല്ലതാണ്. 313 പ്രാവശ്യം ഓതി മന്ത്രിച്ച് ഈ തേനോ സംസം വെള്ളമോ രാവിലെ വെറും വയറ്റിൽ അവർക്ക് 1 സ്പൂൺ കൊടുക്കുക. അങ്ങനെ 3 ദിവസമോ 7 ദിവസമോ 11 ദിവസമോ കൊടുക്കുക. ബിസ്മി ചൊല്ലി മന്ത്രിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന 7 സ്വലാത്ത് ആദ്യം ചൊല്ലുക. അവസാനത്തിലും 7 തവണ ഇതുപോലെ ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഫലം ഉറപ്പ്. നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വാലിഹങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു മക്കളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.